ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ മുഖ്യ അഡ്മിൻ ശ്രീ ഉദയൻ ജിക്കും മറ്റു അഡ്മിൻ മെമ്പേഴ്സിനും എല്ലാ പഠിതാക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന്റെ 8ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്കും ഗുരുവിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ അറിവ് പങ്കുവയ്ക്കുവാനുള്ള അവസരം നൽകിയതിന് ഗുരുദേവ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ചരിത്രപ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് അധികനാളാകുന്നതിനു മുമ്പ് തന്നെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ ശ്രീനാരായണ ഗുരുദേവൻ അറിയപ്പെട്ടു കഴിഞ്ഞിരുന്നു. തെക്കൻ കേരളത്തിൽ ഗുരുദേവൻ നടത്തിയ ക്ഷേത്രപ്രതിഷ്ഠകൾ സാധുക്കളായ ജനങ്ങൾക്ക് പുതിയ ആരാധനാ സമ്പ്രദായങ്ങൾക്കും അതുവഴി അവരുടെ ആത്മീയോന്നതിക്കും അടിത്തറ പാകി. ക്രമേണ മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും ഗുരുദേവന്റെ സംഗ്രഹ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു. കൊല്ലവർഷം 1100 ആയപ്പോഴേക്കും യുഗപ്രഭാവൻ എന്ന നിലയിൽ ശ്രീനാരായണ ഗുരുദേവൻ ആയിരങ്ങളുടെ ആരാധനാമൂർത്തിയായി ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും ഗുരുദേവ മാഹാത്മ്യവും ഗുരുദർശന മഹത്വവും അംഗീകരിക്കപ്പെട്ടു. വിശ്വമാനവ ദർശനമായി ലോകം അതിനെ സ്വീകരിച്ചപ്പോഴും തൃപ്പാദങ്ങൾ തിരുവവതാരം ചെയ്ത കേരളത്തിന്റെ മണ്ണിൽ നിന്നും ജാതി പിശാചിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. സർക്കാർ ക്ഷേത്രങ്ങൾ അപ്പോഴും സവർണ ക്ഷേത്രങ്ങളായി തന്നെ നിലകൊണ്ടിരുന്നു. അവർണർക്ക് അതിൽ പ്രവേശിച്ച് ആരാധന നടത്തുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. ജാതി എന്ന മിഥ്യാചാരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ചില ക്ഷേത്രങ്ങളിൽ പോലും താണജാതിക്കാരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന കാര്യം ക്ഷേത്രഭരണം നടത്തുന്ന സമുദായ പ്രമാണിമാർക്ക് ആലോചിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. മേൽജാതിക്കാർ തങ്ങളോട് കാണിക്കുന്ന ജാതീയമായ വിവേചനങ്ങൾ മറ്റൊരു തരത്തിൽ തങ്ങൾക്ക് താഴെയുള്ള ജാതിക്കാരോട് കാണിക്കുന്നതിൽ പല സമുദായ പ്രമാണിമാരും നിഷ്കർഷ പുലർത്തിയിരുന്നു. അത് ഒഴിവാക്കുന്നതിനും അവരുടെ മനസ്സിൽ നിന്നും ജാതി ചിന്ത ഇല്ലാതാക്കുന്നതിനും പലപ്പോഴും തൃപ്പാദങ്ങളുടെ ഇടപെടലുകൾ തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. തിരുവിതാംകൂർ രാജ്യത്തിന്റെ വടക്കേ അറ്റത്തെ താലൂക്കായ വടക്കൻ പറവൂരിന്റെ വടക്കേ അതിർത്തിയിലെ ഗ്രാമമാണ് മൂത്തകുന്നം. ഇവിടുത്തെ ജനങ്ങളിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി രൂപം കൊണ്ട സംഘടനയാണ് ഹിന്ദുമത പരിപാലന സഭ. സാമുദായികോദ്ധാരണത്തിന് ദേവാലയങ്ങളും വിദ്യാലയങ്ങളും അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ സഭാപ്രവർത്തകർ ഗുരുദേവ തൃപ്പാദങ്ങളെ ദർശിച്ച് തങ്ങളുടെ ആഗ്രഹം ഉണർത്തിച്ചു. കൊല്ലവർഷം 1070 മിഥുനമാസത്തിൽ ഗുരുദേവൻ അവിടേക്ക് എഴുന്നള്ളുകയും ക്ഷേത്ര നിർമ്മാണത്തിനാവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്തു. ക്ഷേത്രം പണി പൂർത്തിയായ മുറയ്ക്ക് 1078 മകരമാസം 20-ാം തീയതി ശ്രീനാരായണ ഗുരുദേവൻ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. കൊല്ലവർഷം 1100 കാലഘട്ടം. ശ്രീനാരായണ ഗുരുദേവൻ മൂത്തകുന്നം ശ്രീനാരായണ മംഗലം ക്ഷേത്രത്തിൽ എഴുന്നള്ളി വിശ്രമിക്കുന്ന സമയം. കൂടെ ഗുരുദേവ ശിഷ്യനായ സത്യവ്രത സ്വാമിയും ഉണ്ടായിരുന്നു. ഗുരുദേവൻ വന്നതറിഞ്ഞ് നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ആളുകൾ ഗുരുദേവനെ കാണുവാനും അനുഗ്രഹം നേടാനുമായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. തൃപ്പാദങ്ങൾക്കരികിൽ നിന്നൊട്ടു മാറി പ്രാർത്ഥനാപൂർവം നിൽക്കുന്ന അവർക്ക് വേണ്ടി ക്ഷേത്രാചാരങ്ങളെ സംബന്ധിച്ച് ഒരു പ്രസംഗം നടത്തുവാൻ ഗുരുദേവൻ സത്യവ്രത സ്വാമിയോട് നിർദ്ദേശിച്ചു. അതനുസരിച്ച് സത്യവ്രത സ്വാമി അതിഗംഭീരമായ ഒരു പ്രസംഗം തന്നെ നടത്തി. ആ പ്രസംഗത്തിൽ അധകൃതർക്ക് ഇവിടെയും ക്ഷേത്രപ്രവേശനം നൽകാത്തതിനെ ശക്തമായി അപലപിക്കുകയും നിശിതമായി വിമർശിക്കുകയും ചെയ്തു. അതു കേട്ടിട്ട് ക്ഷേത്ര ഭാരവാഹികൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് താണജാതിക്കാരെയും ഇനി മുതൽ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചു കൊള്ളാമെന്ന് ഗുരുദേവനോട് ഉണർത്തിച്ചു. കൂടാതെ അവിടെ ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്നു മാറി നിന്നിരുന്ന തേവൻ എന്ന പുലയ ബാലനെ ക്ഷേത്രത്തിനകത്ത് കൂട്ടിക്കൊണ്ടുപോയി ആരാധന നടത്തിക്കുകയും ചെയ്തു.
ആ സന്തോഷ വർത്തമാനം അപ്പോൾ തന്നെ സത്യവ്രത സ്വാമി അവിടെ കൂടിയിരുന്ന ജനങ്ങളെ അറിയിച്ചു. ദേവന് ക്ഷേത്രപ്രവേശനം അനുവദിച്ചു എന്ന സത്യവ്രത സ്വാമിയുടെ വാക്കുകൾ കേട്ട് ഗുരുദേവൻ ഉടൻ തന്നെ അത് തിരുത്തി. അവൻ ദേവനല്ല, ദേവനാണ്. അതു പറയുമ്പോൾ ആ യോഗ നയനങ്ങൾ നിറഞ്ഞിരുന്നു. അതു കണ്ട ഭക്തരുടെ കണ്ണുകളും ഈറനണിഞ്ഞു. തീർത്ഥകണങ്ങൾ പോലെ അടർന്നു വീണ് മണ്ണിനെ വിശുദ്ധമാക്കാൻ ആ ലോചനങ്ങളിൽ കാത്തുനിന്ന അശ്രുകണങ്ങൾ ചൊല്ലുന്നത് എന്താണ്? അനേക നൂറ്റാണ്ടുകളായി ആരാധനയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു വലിയ ജനവിഭാഗത്തിന്റെ ചെറുസന്തതിക്ക് ഈശ്വര ദർശനം സാധ്യമാക്കിയതിന്റെ ആനന്ദമോ, അതോ അവതാര ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ ആത്മനിർവൃതിയോ? പ്രസംഗം തുടർന്നുകൊണ്ടിരുന്ന സത്യവ്രത സ്വാമി കൂട്ടിച്ചേർത്തു. തൃപ്പാദങ്ങളുടെ സാന്നിധ്യം ദേവനെ ദേവനാക്കി. നാം എല്ലാം മനുഷ്യരും. എല്ലാവർക്കും മഹാഗുരുവിന്റെ കൃപാ കടാക്ഷമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.